നമസ്കാരം. മുട്ടിൽ KMO കോളേജ് ഉണ്ടായിരുന്നു. അവിടെ ഒരു സംഭവം ഉണ്ടായി. അവിടെ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ രണ്ടുപേർ തമ്മിൽ മത്സരിച്ചു. KSUവും MSFും തമ്മിൽ മത്സരിച്ചു. അപ്പം മത്സരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് MSF അവിടെ തോറ്റു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ MSF അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ KSUക്കാർ ഉടനെ വന്നു, കോട്ട MSF തോറ്റു, മതേതരത്വം വിജയിച്ചു എന്ന് പറയുന്ന ഒരു വലിയ പോസ്റ്ററുമായി KSU പ്രചരണത്തിനിറങ്ങി. ഇത് ശരിയായ നടപടിയാണോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. MSF തോറ്റു, പിന്നെ മതേതരത്വം വിജയിച്ചു. കൊള്ളാം, നല്ലൊരു ക്യാപ്ഷനാണത്. MSFനെ തോൽപ്പിച്ചുകൊണ്ട് മതേതരത്തെ സംസ്ഥാനത്ത് വിജയിപ്പിച്ചു. നാണമുണ്ടോ UDFA അല്ലെങ്കിൽ കോൺഗ്രസ്, KSU, യൂത്ത് കോൺഗ്രസ് എന്ന് ചോദിക്കേണ്ടി വരും. നാണമുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും മുസ്ലിം ലീഗിൻ്റെയും തിണ്ണ നിരങ്ങി വോട്ട് പിടിച്ച് കേരളത്തിൽ അധികാരത്തിൽ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കുട്ടിപ്പാർട്ടിയായ KSUവിന് എന്ത് മൊറാലിറ്റിയുടെ അല്ലെങ്കിൽ എന്ത് മാന്യതയുടെ പുറത്താണ്, എന്ത് മൗലികതയുടെ പുറത്താണ് ഇങ്ങനെ ഒരു പോസ്റ്റർ അടിച്ച് പ്രചരണം നടത്തുന്നത്? തെറ്റായി പോയില്ലേ? തെറ്റാണ്. കാര്യം അതുകൊണ്ട് തന്നെയാണ് MSF പ്രതികരിച്ചത്. T സിദ്ദിഖിനെയും IC ബാലകൃഷ്ണനെയും ഇനി നിയമസഭ കാണിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് MSFലെ പിള്ളേർ ബാനർ പ്രചരണം നടത്തി. T സിദ്ദിഖിനെ തെമ്മാടി എന്നാണ് വിളിച്ചത്. ആ രീതിയിലാണ് മുദ്രാവാക്യം പോയത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ MSFനെയും കൊണ്ട്, എന്നിട്ട് KK ഖാദർ എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, MSF പരാജയപ്പെട്ടിരിക്കുന്നു. കറക്റ്റാണ്, MSF പരാജയപ്പെട്ടു. പക്ഷേ വേറൊരു കാര്യം കൂടി അദ്ദേഹം ഏറ്റവും ഒടുവിലായി സൂചിപ്പിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ദിരയുടെ പേരക്കുട്ടികൾക്ക് ഈ അശാന്തിയുടെ കാലത്ത് തണലേകിയ ഞങ്ങളുടെ മതേതരത്വത്തിന് നിങ്ങളുടെ പുതിയ സർട്ടിഫിക്കറ്റ് വേണ്ട. അതായത് ഇന്ദിരയുടെ 2 പേരക്കുട്ടികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. ഇന്ദിരയുടെ 2 പേരക്കുട്ടികൾ, ഇന്ദിര എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ 2 പേരക്കുട്ടികളുണ്ട്. ആരൊക്കെയാണ്? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ഇവർ 2 പേര് ഉത്തരേന്ത്യയിൽ നിന്ന് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ പൊട്ടി തകർന്ന് നാശമായി വന്ന സമയത്ത് ഇവിടെ വയനാട്ടിലെത്തിച്ചിട്ട് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ വോട്ട് മേടിച്ച് ജയിച്ച് വേണമായിരുന്നു പാർലമെന്റ് കാണാൻ. അന്നേരം MSFോ അല്ലാന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗോ പിന്നെ മതേതര വിരുദ്ധരല്ലായിരുന്നു. അന്നേരം അവരെല്ലാം മതേതരന്മാരായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഉറച്ച ഭാഷയിൽ അവർ പറഞ്ഞ ICയെയും T സിദ്ദിഖിനെയും ഇനി മേലാൽ നിയമസഭ കാണിക്കില്ല എന്ന് തറപ്പിച്ചവർ പറഞ്ഞത്. എന്താണ് കോൺഗ്രസിന് പറ്റിയത്? കോൺഗ്രസ് മൊത്തത്തിൽ ഇങ്ങനെ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ KMO കോളേജ് എന്ന് പറയുന്നത് KK അഹമ്മദ് ഹാജിയുടെ ഉടമസ്ഥതയിൽ വരുന്ന മാനേജ്മെന്റ് കീഴിൽ വരുന്ന ഒരു കോളേജാണ്. അവിടെ കാലങ്ങളായി MSF വിജയിച്ചു വരികയാണ്. അപ്പോൾ എന്താണ് ഇവർ കാണിച്ചു കൂട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, MSFന്റെയും KSUവും തമ്മിൽ മത്സരിച്ചപ്പോൾ ഈ 2 പറയുന്ന MLAമാർ KSUവിന് വേണ്ടി നിലകൊണ്ടു. അതായത് MLAമാർ അവിടെ ഇടപെടൽ നടത്തി. ആ ഇടപെടൽ നടത്തിക്കൊണ്ട് KSUവിനെ അവിടെ വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. എന്നാൽ ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് T സിദ്ദിഖും പിന്നെ IC ബാലകൃഷ്ണൻ മനസ്സിലാക്കാതെ പോയത്? വയനാട്ടിലെ അദ്ദേഹം KK ഖാദർ പറഞ്ഞതിനകത്ത് എന്താണ് പ്രശ്നം? അവിടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ നിന്ന് വിജയിച്ച് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ലോക്സഭ കണ്ടതിന്റെ പ്രധാന കാരണക്കാർ മുസ്ലിം ലീഗുകാരല്ലേ? എന്നിട്ടിപ്പോ മുസ്ലിം ലീഗുകാർ മതേതര വിരുദ്ധരാണ്, വർഗീയ പാർട്ടിയായി അധപ്പതിച്ചു എന്ന ഒരു നരേറ്റീവ് അല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവിടെ പരാജയപ്പെട്ടു. ചിലപ്പോൾ നാളെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അടുത്ത വർഷം ജയിച്ചേക്കാം. എന്നിരുന്നാൽ പോലും ഇവർ തമ്മിലുള്ള സ്പർദ്ധയ്ക്ക് ആക്കം കൂട്ടിയത് സത്യത്തിൽ T സിദ്ദിഖും IC ബാലകൃഷ്ണനോട് ചേർന്നിട്ടാണ്. നമുക്കറിയാം, വയനാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. 5 പേരുടെ മരണത്തിന് കാരണമായി തീർന്ന ഒന്നാണ് വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടി. അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ NM വിജയൻ അടക്കമുള്ള ആളുകളുടെ മരണത്തിലേക്ക് കൊണ്ട് എത്തിച്ച ഒരു പിന്നെ ജില്ലാ കമ്മിറ്റി തന്നെയാണ് വയനാട് ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ, വയനാട് DCC. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ കൂടെ പിണക്കി വെച്ചിരിക്കുന്നത്. ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഈ ലോക്സഭ കാണാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് അതാണ് പറഞ്ഞത്, ഈ അശാന്തിയുടെ കാലത്ത് എടുത്തു പറഞ്ഞതിന്റെ കാര്യം അതാണ്. ഈ അശാന്തിയുടെ കാലത്ത് തണലേകിയ ഞങ്ങളുടെ മതേതരത്വത്തിന് നിങ്ങളുടെ പുതിയ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്.
അതായത് ഈ പറയുന്ന ഈ മതവാഴ്ച, വർഗീയ വാഴ്ച ഇങ്ങനെ കൊടികുത്തി നിൽക്കുന്ന ഈ സമയത്ത് പോലും ഞങ്ങളാണ് തണലേകിയത്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാതെ പ്രിയങ്ക ഗാന്ധിക്ക് എവിടെയെങ്കിലും നിന്നാൽ വിജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് ക്വാളിറ്റി ആണുള്ളത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ? ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു നേതാവല്ലേ? അങ്ങനെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത രാഹുൽ ഗാന്ധി ഇപ്പോഴാണ് കുറച്ച് ക്വാളിറ്റി കാണിച്ചു തുടങ്ങിയത്, ലോക്സഭാ പ്രതിപക്ഷ നേതാവായതിനു ശേഷം. അല്ലാതെ എന്താണ് രാഹുൽ ഗാന്ധിക്കുള്ള മേന്മ? രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത് വിജയിപ്പിച്ച എന്തെങ്കിലും പദ്ധതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവ്മെന്റ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടോ? ഏറ്റെടുത്ത് വിജയിപ്പിച്ചു എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ? പോട്ടെ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാനം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വോട്ട് മറിച്ചതല്ലാതെ പിന്നീട് ആ മുന്നണിയെ കേന്ദ്രത്തിനെതിരായ നടപടിക്രമങ്ങളിലേക്ക്, കേന്ദ്രത്തിനെതിരായ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ജനദ്രോഹപരമായ നടപടികൾക്കെതിരായി ഒന്ന് ക്രമീകരിക്കാനോ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനോ ഈ പറയുന്ന രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടുണ്ടോ? ഒരു മുന്നണി തന്നെ ഇല്ലാതാക്കിയതല്ലേ നമ്മൾ കാണുന്നത്. ആ രാഹുൽ ഗാന്ധിക്ക് എന്താണ് രാഷ്ട്രീയമായ ഒരു ക്വാളിറ്റി അവകാശപ്പെടാൻ കഴിയുന്നത്? ഒരു ക്വാളിറ്റി നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഈ പറയുന്ന മുന്നണി സംവിധാനം നിലനിൽക്കുന്ന സമയത്ത് തുടങ്ങിയ ഇപ്പോൾ വിജയിക്കുമെന്ന് 100% ഉറപ്പുണ്ടായിരുന്ന 2 തെരഞ്ഞെടുപ്പുകളാണ് ഇല്ലായ്മ ചെയ്ത് കളഞ്ഞത്. ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പ്, ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ വീഴ്ച പറ്റിയത് ആർക്കാണ്? വീഴ്ച പറ്റിയത് അവിടുത്തെ പ്രാദേശിക PCCയെ നിയന്ത്രിക്കാൻ കെൽപ്പില്ലാത്ത തരത്തിലുള്ള ഒരു നേതൃത്വമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം മാറുന്ന കാഴ്ചയല്ലേ കണ്ടത്? 2 കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടി വന്നു. ആ ഭരണം എടുത്ത്, എന്ന് വെച്ചാൽ വെള്ളിത്താലത്തിൽ, അതുമല്ല സ്വർണ്ണത്താലത്തിൽ ഹരിയാനയുടെ ഭരണം എടുത്ത് BJPയുടെ കയ്യിൽ സുഭദ്രമായി കൊടുത്തു കോൺഗ്രസ് പാർട്ടി ചെയ്തത്. അപ്പോൾ അതിന് കാരണക്കാരൻ ആരാണ്? അതിന് രാഹുൽ ഗാന്ധിയാണ് കാരണക്കാരൻ. ആ രീതിയിലേക്ക് അതിനെ കൊണ്ടെത്തിച്ചത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അത്രയ്ക്ക് നല്ലതാണെന്ന് അവകാശപ്പെടാൻ എവിടെയെങ്കിലും കഴിയുമോ? മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. മഹാരാഷ്ട്രയിലും ഈ പറയുന്ന പോലെ മഹാരാഷ്ട്രയിൽ കൂടുതൽ സീറ്റുകൾ നേടി വിജയിച്ചത് എന്ന് വെച്ചാൽ രാജ്യം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നാണ് മഹാരാഷ്ട്രയിലേത്. എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു? അവിടെയും ഈ പറയുന്ന പോലെ വിട്ടുവീഴ്ച ചെയ്യാതെ അല്ലാന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറയുന്ന പോലെ സ്വന്തം മുന്നണി ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ നീക്കം നടത്തി. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി ചത്തൊടുങ്ങി. ഇനി അതിനൊരു ഒരു ഉയർച്ച ഉണ്ടാവില്ല. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളും ദിനംപ്രതി പത്രം വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഡൽഹിയിൽ എന്താ സംഭവിച്ചത്? ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായ ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ കൂട്ടുനിന്നു. വീണ്ടും അവിടെ എന്ത് സംഭവിച്ചു? അതുവരെ ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനത്തെ BJPയുടെ കയ്യിൽ കൊടുക്കാൻ സഹായിച്ചതും ഇതേ കോൺഗ്രസ് പാർട്ടിയല്ലേ? ഇതേ കോൺഗ്രസ് പാർട്ടിയാണ്. എന്തിനേറെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണം എത്തിക്കാൻ വേണ്ടി ഇവിടെ BJPക്ക് കൈ കൊടുക്കുന്നവരാണ്, അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തവരാണ്. ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പിതാവായ രാജീവ് ഗാന്ധി തന്നെയല്ലായിരുന്നു അതിന് ഉത്തരവാദി എന്ന് പറയാൻ കഴിയുന്നത്? അപ്പോൾ ഇങ്ങനെ എല്ലാം പറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ അത്ര പറയുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ വക്താവാണ് എന്നൊക്കെ പറയാം. കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാവ്, അഖിലേന്ത്യാ നേതാവ് എന്നൊക്കെ നമുക്ക് എടുത്തു പറയാം. അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എന്ത് പ്രയോജനമാണ് കോൺഗ്രസിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത്? പോട്ടെ, ആ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്ത് ചെയ്തു? രാഹുൽ ഗാന്ധി ഒന്നുകിൽ ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞൊരു പ്രഹസനമെങ്കിലും രാജ്യം ഒട്ടുക്ക് നടന്നു. എന്നിട്ടും BJPയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ടച്ച് ചെയ്യാതെ നടത്തിയ ഭാരത് ജോഡോ യാത്ര നമ്മൾ കണ്ടു. ഗുജറാത്തിൽ പോയിട്ടില്ല. അപ്പം BJPയുടെ അധികാരമുള്ള ഭാഗങ്ങളിൽ പോകാതെ കോൺഗ്രസിന് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൂടെ മാത്രം നടത്തിയ ഒരു കാൽനട പ്രചരണ ജാഥയല്ലായിരുന്നു ഭാരത് ജോഡോ യാത്ര. അതിൽ അങ്ങനെ പറയാൻ കഴിയൂ. എന്നിട്ട് ഒരിടത്തും തൊടുന്നില്ല എന്ന് പറഞ്ഞ് വയനാട്ടിൽ വന്നു. ഈ വയനാട്ടിൽ വന്ന് ഇന്ന് രാഹുൽ ഗാന്ധി ജയിച്ചു. അപ്പോഴും എന്തുണ്ടായി? ഇവിടുത്തെ UDFന് ഒരു പുതിയ ഉണർവുണ്ടായി. കാരണം എന്താ? ഒരു ദേശീയ നേതാവ് വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു. ആരുടെ വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാം, വയനാട്ടിലെ മുസ്ലിം ലീഗിന്റെ വോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ജയിച്ചത്. അപ്പോൾ ലീഗിന്റെ വോട്ട് ഉപയോഗിച്ചുകൊണ്ട് ജയിക്കുന്നു. പക്ഷേ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ലീഗുകാർ വന്നോളൂ, എൻ്റെ റോഡ് ഷോയിൽ പങ്കെടുത്തോളൂ, പക്ഷേ നിങ്ങളുടെ കൊടിയും നിങ്ങളുടെ ബാക്കി തോരണങ്ങളും പൊടിച്ചു മടക്കി നിങ്ങൾ പോക്കറ്റിൽ വെച്ചുകൊണ്ട് എൻ്റെ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശം കൊടുത്ത ഭീരുവാണ് രാഹുൽ ഗാന്ധി. കാരണം എന്താണ്? അങ്ങനെ ഭീരു എന്ന് പറഞ്ഞൊരു കാരണമുണ്ട്. ഇവരുടെ കൊടി കണ്ടു കഴിഞ്ഞാൽ പാകിസ്ഥാൻ കൊടി പോലെ തോന്നും അത്രേ. അപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഉത്തരേന്ത്യയിൽ അത് തനിക്ക് റിമാർക്കാവും, തന്നെ അത് മോശമായി ബാധിക്കും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ ആ ഭയത്തിന്റെ പുറത്ത്. കാര്യം എന്താ? ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്പം ഹിന്ദുത്വം കലർത്തി മൃദു ഹിന്ദു സമീപനം ഉണ്ടാവണം കോൺഗ്രസ് പാർട്ടിക്ക്.
അപ്പോൾ ഒരു മൃദുഹിന്ദു സമീപനം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ദേശീയ തലത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അപ്പോൾ ഇതേ രാഹുൽ ഗാന്ധി തന്നെ മുസ്ലിം ലീഗിനെ തള്ളി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. നിങ്ങളുടെ കൊടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ അവഹേളനത്തിൽ പോലും, ആ ഒരു നന്ദികേടിൽ പോലും കേരളം വീണ്ടും ചേർത്ത് പിടിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ലീഗുകാർ വീണ്ടും ഇവരെ ചേർത്ത് പിടിച്ചു. അതാണ് പറഞ്ഞത്, തണൽ കൊടുത്തു എന്ന് പറഞ്ഞത്. ഇവിടെ വയനാട്ടിൽ വന്നു നിന്ന് ജയിച്ച് പിന്നീട് രാജിവെച്ച് അവിടെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ചു. ആ സമയത്തും ഇവിടുത്തെ മുസ്ലിം ലീഗ് കട്ടയ്ക്ക് കൂടെ നിന്നു. തങ്ങളെ അവഹേളിച്ചെന്നോ തങ്ങളെ തള്ളിക്കളഞ്ഞെന്നോ ഒന്നും മനസ്സിലാക്കാതെ, ഒന്നും ചിന്തിക്കാതെ മുസ്ലിം ലീഗ് വീണ്ടും കൂടെ നിന്നു. പ്രിയങ്ക ഗാന്ധിയെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് വിജയിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അതായത് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തെ വളരെ മനോഹരമായി കയറ്റുമതി ചെയ്തു കൊടുത്തു വയനാട്ടുകാർ. അതാണ് ശരിക്കും ഉണ്ടായത്. എന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും ഒക്കെ കാണിച്ചത് പച്ചയ്ക്ക് പറഞ്ഞ നന്ദികേടാണ്. മുസ്ലിം ലീഗിനോട്, MSFലെ കുട്ടികളോട് കാണിച്ച നന്ദികേട്. നിങ്ങൾക്ക് രണ്ട് കൈയും കെട്ടി വെറുതെ നിന്നാൽ മതിയിരുന്നേ. കുട്ടികളുടെ തെരഞ്ഞെടുപ്പല്ലേ, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പല്ലേ, അവർ തമ്മിൽ മത്സരിച്ചോട്ടെന്നേ. അതിനകത്ത് എന്തിനേയും MLA മാർ ഇടപെടാൻ പോകുന്നത്? ആ MLA മാർ ഇടപെട്ടപ്പോൾ അത് വലിയ കളിയായി മാറി. ഇനി നമുക്ക് കാണേണ്ടതില്ല. അതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ പറഞ്ഞത്. ടി സിദ്ദിഖിനെ തെമ്മാടി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിന് കാര്യം അതാണ്. മുദ്രാവാക്യത്തിലൂടെ അത്രയ്ക്ക് നെറികെട്ട പരിപാടിയാണ് കാണിച്ചത്. അതുകൊണ്ടാണ് അവർ ഭീഷണി മുഴക്കിയത്. ഇനി നിയമസഭ കാണിക്കില്ല എന്ന് അവർ ഭീഷണി മുഴക്കേണ്ട കാര്യം അത് തന്നെയാണ്. അപ്പം പാലം കടക്കോളോ നാരായണ, പാലം കടന്നാൽ കൂരായണ. ഇതാണ് ശരിക്കും കോൺഗ്രസ് ലീഗിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചിറ്റമ്മ നയം എന്ന് തന്നെ പറയേണ്ടി വരും.